ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഏറ്റവും അവസാനമായി ഇത്തരത്തിൽ ശ്രീനന്ദിയും കുടുംബവും ഫോട്ടോ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് കുടുംബം എല്ലാം ഫോട്ടോ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു. പക്ഷേ 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ശ്രീനന്ദയെ കാണാതാകുന്നു. പക്ഷേ ഈ ഒരു മൃതദേഹം ലഭിച്ചത് ആകട്ടെ നേർ എതിർവശത്ത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. എന്തായാലും ഇതാണ് ഏറ്റവും അവസാനമായി ശ്രീനന്ദ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഇതാണ് മാണിക്ദാര എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. ഇത് വഴി ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്നതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു കുടുംബസമേതമുള്ള ഫോട്ടോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ മൃതദേഹം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തു നിന്നാണ്. ഇതിൽ 1500 അടിയോളം താഴ്ചയിലാണ് മൃതദേഹം ലഭിച്ചത്. ഏതായാലും വലിയ തോതിൽ ഈ മൃതദേഹത്തിൽ നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം വസ്ത്രങ്ങളെല്ലാം കീറിയ നിലയായിരുന്നു. നമുക്ക് കാണാം, കുറ്റിക്കാടുകളൊക്കെ കാണാം. ഒരു പക്ഷേ ഇവിടെ നിന്നും താഴേക്കുള്ള വീഴ്ചയിലായിരിക്കാം അത്തരത്തിൽ ഈ വസ്ത്രം കീറുകയും ശരീരത്തിൽ വലിയ പോറലുകൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അസ്ഥികളെല്ലാം പൊട്ടിയ നിലയിലാണ് ഈ ശ്രീനന്ദിയുടെ മൃതദേഹം ലഭിച്ചത്. എന്തായാലും വലിയ താഴ്ചയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ ഇതിന്റെ ഏറ്റവും താഴ്ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ 6-7 മണിക്കൂറാണ് സമയമെടുത്തത്. എന്തായാലും നിരവധി സഞ്ചാരികൾ ഇത്തരത്തിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ താഴോട്ട് പോയാൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ എത്തുന്നുണ്ട്. അതിൽ മലയാളികളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, കൂടുതൽ ആളുകളുണ്ട്. പക്ഷേ വലിയ തോതിലുള്ളൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ ഒരു വലിയ സംഭവം ഉണ്ടായി. പക്ഷേ എന്നിട്ടും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിശോധനയില്ല. കാൽ തെറ്റിയാൽ വലിയ കൊക്കയിലേക്ക് പതിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ കാണാം. അത്രത്തോളം വലിയ അപകടകരമായ പാറക്കൂട്ടങ്ങളാണ് ഇതിന് താഴെയായി മരച്ചില്ലകൾ, നിരവധി മരങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഇവിടെ നിന്നാണ് ഈ ശ്രീനന്ദ ഏറ്റവും അവസാനമായി ഇവർ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സ്ഥലം. പക്ഷേ ഇത്ര മാറി ഈ മൃതദേഹം എങ്ങനെ എത്തി എന്നൊരു സംശയമാണ് കുടുംബം ഉന്നയിച്ചത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബം ആദ്യം പറഞ്ഞ രീതിയിലുള്ളൊരു സംശയം ഇതുവരെ പോലീസ് അന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ നേരത്തെ കാണിച്ച സ്ഥലത്ത് നിന്നും ശ്രീനന്ദ എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയതും ഇവിടെ നിന്നും താഴെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ 2 കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ആദ്യത്തെ കാരണം ഇങ്ങനെ ആരെങ്കിലും ഒരു പക്ഷേ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് കാൽ തെറ്റിയോ ഇവരുടെ കൂട്ടത്തിൽ നിന്നും മാറിയ ശ്രീനന്ദ കാൽ തെറ്റിയോ മറ്റോ താഴേക്ക് പതിച്ചതാകാം എന്നതാണ്. ഏതായാലും ഇത് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൃത്യമായൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല.